ഇല്ല. പക്ഷേ നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്ന പലതും അത് ശരിക്ക് ജീവിതമാണെങ്കിൽ ആ ജീവിതമാകുന്ന നാടകത്തിൽ നിന്നെടുക്കാനുള്ളതെല്ലാം എടുക്കാം. ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും അവിടത്തെ കുടുംബജീവിതം ഒന്ന് കാണാൻ ശ്രമിക്കാം. നല്ലതാണോ ചീത്തയാണോ അഭിപ്രായം പറയാൻ നിൽക്കണ്ട. നേരെ അങ്ങോട്ട്. മിനിഞ്ഞാന്ന് ഞാൻ കോട്ടയത്ത് ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയി. മിനിഞ്ഞാന്നല്ല, ഒരു 7 ദിവസമായിട്ടുണ്ടോ, കഴിഞ്ഞ ആഴ്ച. അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു, ഒരു കുട്ടി. അഖിലേഷ് എന്നാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ. ഇവൻ ഭയങ്കര വികൃതിയാണ്, പക്ഷെ പുറത്ത് നോക്കിയാൽ സൈലന്റാ. ഇവൻ്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞു പ്രിൻസിപ്പാള് ഡോക്ടർ ജോയ് സാർ, നല്ലൊരു അധ്യാപകനാണ് ഡോക്ടർ ജോയ്. അദ്ദേഹം പറഞ്ഞു, ഗോപാലകൃഷ്ണൻ സാറെ ഒന്ന് ഈ പയ്യനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ പയ്യനെ വിളിച്ചപ്പോഴത്തേക്കും വിളിച്ചവൻ അവിടെ നിന്നുകൊണ്ട് ഇരിക്കുമ്പോൾ ഈ പ്രിൻസിപ്പാൾ എന്നോട് പറയുക, ഇവൻ എന്തൊക്കെ കംപ്ലൈൻ്റ് ഉണ്ടോ അതൊക്കെ അച്ഛനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഇന്നലെ പറഞ്ഞത്, സാറേ അവൻ്റെ പോക്കറ്റിൽ 13,800 രൂപ ഇന്നലെ ഞാൻ കണ്ടു. ഇത് എവിടെ നിന്ന് വന്നതാന്ന് എനിക്ക് അറിഞ്ഞൂടാ സാറേ. അവൻ്റെ പോക്കറ്റിൽ 13,800 രൂപ ഞാൻ കണ്ടു. ഇത് എവിടെ നിന്ന് വന്നതാന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാറ് എന്ത് വേണമെങ്കിൽ ചെയ്തോ. ഈ കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, നീ കട്ടോടാ? ഞാൻ കക്കുവോ സാറേ? ഞാൻ അങ്ങനെ ചെയ്യുവോ സാറേ? ഇവൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ എന്ത് അടിപൊളിയാറേ, കുഞ്ചാക്കോയെ പോലെയുണ്ട്. വളരെ ഭംഗിയായിട്ട് അവൻ പറയുന്നു. ഞാൻ ചോദിച്ചു, മോനെ എത്ര മാർക്ക് കിട്ടും? സാറേ അതൊന്നും ഒരു പ്രശ്നമില്ല സാർ. ഈ സ്ഫടികം എന്ന സിനിമയിലും മോഹൻലാലും അതുപോലെ തിലകനും ഇല്ലേ, അച്ഛൻ്റെ കൈ മുറിച്ച് ഇല്ലേ ഇല്ല, സ്ഫടികം എന്ന ആ ലോറി പുറത്ത് എന്താ എഴുതിയ അച്ഛൻ? ചെകുത്താൻ അല്ലേ? അത് കുടുംബജീവിതമല്ലേ? അച്ഛനും മകനും തമ്മിലുള്ള ബന്ധമല്ലേ അത് കാണിക്കുന്നത്? അവസാനം മകൻ്റെ അടുത്ത് അച്ഛൻ വരുന്നൊരു സീൻ. ശരിക്കും ഞാൻ നിങ്ങളൊരു പുണ്യം ചെയ്ത ജന്മമാണ് നിങ്ങളുടെയൊക്കെ. കാരണം അത്ര ധന്യമായ കേരളത്തിൽ ഓരോ സിനിമയും ഓരോ പാഠപുസ്തകമാണ്. ഓരോ സിനിമയും ഓരോ പാഠപുസ്തകം മാതിരിയുള്ളത്. ഇവിടെ നോക്കുക, ഈ പയ്യൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ച് അവസാനം ഞാൻ അവനെ എൻ്റെ അടുത്തിരുത്തി എൻ്റെ കൈ അവൻ്റെ തോളത്തിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടനൊരു കാര്യം ചോദിച്ചോട്ടെ, മോനെ എന്താ ഇങ്ങനെ വികൃതിയാവാൻ കാരണം? ഒറ്റയടിക്ക് അവൻ പറഞ്ഞാൽ തരാമോ, ഞാൻ എന്ത് ചെയ്താലും എൻ്റെ അച്ഛനും അമ്മ എന്നെ കുറ്റപ്പെടുത്തിയുള്ളൂ. അപ്പോൾ പിന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ജീവിക്കണേ. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിമർശിച്ച് കുറ്റപ്പെടുത്തിയുള്ളൂ. മോൻ്റെ അച്ഛൻ ഞാൻ നീന്ന് വിളിക്കാറില്ല, എൻ്റെ ഭാര്യയെ പോലും ഞാൻ നീന്ന് വിളിക്കാറില്ല, നിങ്ങളെന്നേ പറയാറുള്ളൂ. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മോൻ്റെ അച്ഛനോടും അമ്മയോടും വിമർശിക്കരുതെന്ന് പറയുകയാണെങ്കിൽ മോൻ മാറുമോ എന്ന് ഞാൻ ചോദിച്ചു. സാറേ ഞാൻ മാറിയാലും എൻ്റെ അച്ഛനും അമ്മയും മാറില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രം നെഗറ്റീവാണ്. ഇനി അതാണ് ആദ്യം മാറ്റേണ്ടത്. അത് മാറ്റാതെ ഇവനെ മാറ്റാൻ സാധിക്കില്ല. എന്നാലോചിച്ച് നോക്കാം. അതിനു മുമ്പ് അതേ സ്കൂളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ 4 വർഷം മുമ്പ് പോയിരുന്നു. അന്ന് എപ്പോഴും ചിരിക്കുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. എപ്പോഴും ചിരിച്ച് കളിച്ച് നല്ല ബുദ്ധിമാനായിട്ടുള്ള കുട്ടി. പെട്ടെന്ന് അവൻ സീരിയസ് ആയി. അന്നത്തെ പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞു, സാറേ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിയോട് സാർ ഒന്ന് സംസാരിക്കണം. ഞാൻ ആ കുട്ടിയെ എൻ്റെ അടുത്തേക്ക് വിളിക്കുന്നതിന് പകരം ആ കുട്ടിയുള്ള ക്ലാസ് റൂമിൽ ചെന്നിട്ട് അകത്ത് ബോൾട്ട് ഇട്ടിട്ട് ഞാൻ ചോദിച്ചു, എൻ്റെ കുഞ്ഞുമോനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്തിനാ മോനിങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നേ? മോൻ ചിരിച്ചോണ്ട് നടന്നുകൊണ്ടിരുന്ന വ്യക്തിയല്ലേ, അവനൊന്നും മിണ്ടിയില്ല. പിന്നെ ഞാൻ ചോദിച്ചു, അങ്കിളിനോടെല്ലാം പറയണം, അങ്കിളിനോട് സത്യം പറയണം. അങ്കിൾ പുറത്തുനിന്ന് വന്ന ആളാണ്, അങ്കിൾ ആരോടും പറയാൻ പോണില്ല. അങ്കിളിന് മോനെ പോലൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് വേദനിച്ചാലും ഇങ്ങനെ നടന്നാൽ അങ്കിളിന് വിഷമം തോന്നില്ലേ? കുറച്ച് പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. എന്നിട്ട് അവൻ പറഞ്ഞെന്തറിയാമോ? സാറേ ഞാൻ ക്ലാസ്സിൽ സംസാരിച്ചില്ല സാറേ, എൻ്റെ കൂട്ടത്തിലുള്ള കുട്ടിയാണ് എന്നോട് സംസാരിച്ച് ഞാൻ കേട്ടേ ഉള്ളൂ. എൻ്റെ ടീച്ചർ എന്നെ പിടിച്ച് ബെഞ്ചിൽ നിർത്തി. ഞാൻ ബെഞ്ചിൽ നിൽക്കുന്നത് കണ്ട് മറ്റുള്ളവർ എന്നെ കണ്ട് ചിരിച്ചപ്പോൾ എനിക്ക് വേദന തോന്നി. ഞാൻ അവരോടൊപ്പം ചിരിക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ടീച്ചർക്ക് ദേഷ്യം വന്ന് എന്നെ ഡെസ്കിൽ പിടിച്ച് കയറ്റി നിർത്തി. ഇത്രയും കുട്ടികളുടെ മുമ്പിൽ എന്നെ അവഹേളിച്ചു ടീച്ചറെ. സാറേ ഞാൻ ചോദിച്ചു, ഇനി എന്താ ചെയ്യാൻ പോണേ? എന്നിട്ട് അവൻ ആ പാൻറ്റിൽ നിന്നൊരു കോമ്പസ് എടുത്ത് കാണിച്ചു. ഇതുകൊണ്ട് ഞാൻ എൻ്റെ ടീച്ചറെ കുത്താതെ ഞാൻ ചിരിക്കില്ല. ആലോചിച്ച് നോക്കാം.
8ാം ക്ലാസ്സിലെ കുട്ടിയുടെ വരിയാണ്. ഞാൻ അതേപോലെ നിങ്ങളോട് പറയാണ്, ഒരു വികാരവും ഇല്ലാതെ ഞാൻ നിങ്ങളോട് പറയാണ്, ആ കുട്ടിയുടെ മനസ്സിൽ വേദനിച്ചത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്തതാ. ആ കുട്ടിയെ തല്ലിയാലോ ദേഷ്യപ്പെട്ടാലോ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ചെയ്തിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചോദിച്ചാൽ മതിയായിരുന്നു. അപ്പൊ ഈ ലോകത്തിലെ എല്ലാവർക്കും വേദനയുണ്ട്, വിഷമമുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകൾ അകത്തേക്ക് കയറുമ്പോൾ വികാരമുണ്ട്. മനുഷ്യൻ എല്ലാവരും ഏത് പ്രായക്കാരാണെങ്കിലും വികാരത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലുള്ളവരാണ്. എന്നിട്ട് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആ ടീച്ചറെ വിളിച്ച് ഞാൻ മോനോട് മാപ്പ് പറയാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോമ്പസ് അങ്കിളുടെ ആയി തരുമോ? അതിനൊന്നും മിണ്ടിയില്ല. ഞാൻ ടീച്ചറെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു, അപ്പോഴും മിണ്ടിയില്ല. അങ്കിൾ ടീച്ചറെ വിളിക്കാൻ പോവാണ്, വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. മോൻ പോവരുത്, ഇവിടെ ഇരിക്കണം എന്ന്. ഞാൻ ആ പ്രിൻസിപ്പാളോട് പറഞ്ഞു, ടീച്ചറെ വിളിപ്പിച്ചു. ടീച്ചർ അകത്തേക്ക് കയറിയത് ഞാൻ ബോൾട്ട് ഇട്ടു, കാരണം പുറത്തുനിന്ന് ഒരാൾ കാണരുത്. പക്ഷെ അകത്തേക്ക് വരുന്നതിന് മുമ്പ് പറഞ്ഞു, ടീച്ചറെ ഇൻസൾട്ട് ചെയ്തതിൻ്റെ ദേഷ്യമാണെന്ന് പറഞ്ഞു. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ആ ടീച്ചർ അകത്ത് കയറിയ ഉടനെ ഈ കുട്ടിയെ അങ്ങോട്ട് വാരിയെടുത്ത് ഉമ്മ വെച്ച്, ടീച്ചർ മോനെ അവഹേളിച്ചോ, വിഷമിപ്പിച്ചോ, ക്ഷമിക്കണം കേട്ടോ. അവൻ അങ്ങ് പൊട്ടിക്കരഞ്ഞു. ആ മനസ്സിലുള്ള വാശി തീർന്നു. ആ ടീച്ചർ മറിച്ചാ പെരുമാറിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അവിടെ ഒരു വാഗ്വാദം നടക്കും. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നു, അവിടെ ആ 8ാം ക്ലാസ്സിലെ കുട്ടിയും ടീച്ചറും ആരാ വലുത് ആരാ ചെറുതെന്നല്ല, ആ പ്രശ്നം അവിടെ പരിഹരിക്കണം. ഞാൻ നിങ്ങളോടും പറയുന്നു, എവിടെയൊക്കെ നിങ്ങൾക്ക് താഴാൻ പറ്റുമോ നിങ്ങൾ താഴണം. ഡൗൺ ടു എർത്ത്, അപ് ടു സ്കൈ. ആര് തെറ്റ് ചെയ്തു ആര് ശരി ചെയ്തു എന്നുള്ളതല്ല, പ്രശ്നം പരിഹരിച്ചോ ഇല്ലയോ. ഓർമ്മിക്കാനുള്ളത്, കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന സ്ഥലമാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകും. അതാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. നാരായണ ഗുരുദേവന്റെ സന്ദേശത്തിൽ ഏറ്റവും ഉജ്ജ്വലം മനഃശുദ്ധി, വാക്ശുദ്ധി. വാക്കും മനസ്സും ശുദ്ധമായിരിക്കണം. ഈ ലോകത്തിൽ ആരെയും ചവിട്ടി പുറത്താക്കരുത്. ഇയാള് 5 മിനിറ്റായിട്ട് ശ്രദ്ധിക്കുന്നില്ല. ആരെയും ചവിട്ടി പുറത്താക്കരുത്, എല്ലാവരെയും അടിച്ച് അകത്താക്കണം. ആരെയും ചവിട്ടി പുറത്താക്കരുത്, എല്ലാവരെയും അടിച്ചകത്താക്ക. നമ്മൾ ഉയരുന്നത് എപ്പോഴറിയോ? ഒരു നേതാവ് എപ്പോഴും അനുയായി ആവാൻ പഠിക്കണം. ഒരു നേതാവ്, എ ലീഡർ ഈസ് എ ബെസ്റ്റ് ഫോളോവർ. എ ലീഡർ വിൽ ബി എ ബെസ്റ്റ് ഫോളോവർ. ഒരു ലീഡർ ആവണമെങ്കിൽ ഫോളോവർ ആവാൻ പഠിക്കണം. ഉയരത്തിലേക്ക് പോകണമെങ്കിൽ താഴാൻ പഠിക്കണം. അർത്ഥം മനസ്സിലായി? മഹാത്മാഗാന്ധിയുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, അങ്ങയെ മഹാത്മാവ് എന്ന് മറ്റുള്ളവർ പറയാൻ കാരണം എന്ത്? വളരെ ലളിതമായ ഉത്തരം എന്തായിരുന്നു അറിയോ? എൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും എൻ്റെ കുറവുകളെക്കുറിച്ചും എനിക്ക് നല്ലവണ്ണം അറിയാമെന്ന് അവർക്കറിയാവുന്നത് കൊണ്ടാണ് അവരെന്നെ മഹാത്മാവെന്ന് വിളിക്കുന്നത്. അർത്ഥം മനസ്സിലായി? എൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും എൻ്റെ കുറവുകളെക്കുറിച്ചും എനിക്ക് നല്ലോണം അറിയാമെന്ന് അവർക്കറിയാവുന്നത് കൊണ്ടാണ്. എൻ്റെ മുമ്പിലുള്ള അനുജത്തിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എവിടെയൊക്കെ താഴാൻ പറ്റുമോ ചിരിച്ചുകൊണ്ടാണെങ്കിലും താഴണം. നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ എണ്ണം കൂട്ടലല്ല, നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ എണ്ണം ഇല്ലാതെയാക്കലാണ് ചെയ്യേണ്ടത്. അതിനോട് ചിരിച്ചുകൊണ്ട് ചെയ്യുക. അമ്മയോടായാലും അച്ഛനോടായാലും നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കാണുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്നത്, അതിൻ്റെ പര്യവസാനം നന്മയായിരിക്കണം. അതിൻ്റെ പര്യവസാനം നന്മയായിരിക്കണം. നിങ്ങൾ അറിയാം, ഒരു സിനിമയുണ്ട്, ഹരികൃഷ്ണൻ സ്നോറ്റ് പറഞ്ഞിട്ടൊരു സിനിമ. അതിൽ ആ സിനിമയുടെ അവസാന ഭാഗം, അതേ സിനിമയിൽ ഒരെണ്ണത്തിന്റെ അവസാന ഭാഗം ട്രാജഡിയാണ്, അതേ സിനിമയിൽ വേറൊരു പാർട്ട് അവസാന ഭാഗം കോമഡിയാണ്. ഒറ്റ സിനിമ, പേരൊന്ന് തന്നെ. ഒരെണ്ണത്തിന്റെ അവസാനം ട്രാജഡി, മറ്റേത് കോമഡിയാണ്. അതിൽ മോഹൻലാലും ഉണ്ട്, മമ്മൂട്ടിയും ഉണ്ട്. ആ കോമഡി കാണാനാണ് ഏറ്റവും അധികം ആൾക്കാർ സിനിമയിലേക്ക് പോയത്. ട്രാജഡി സിനിമ കാണാൻ ആരും പോയില്ല. അത് പരാജയപ്പെടുകയും ചെയ്തു. പിന്നെ അവസാനത്തെ 10 മിനിറ്റ് ട്രാജഡി കോമഡി ഉള്ളൂ, ബാക്കിയെല്ലാം ഒന്ന് തന്നെയാണ്. ഞാനിത് എന്താ പറയാൻ കാരണം എന്നറിയോ? ഈ ജീവിതത്തിൽ ചിരിക്കുന്ന സന്തോഷിക്കുന്ന മുഖം കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. കരയുന്ന മുഖം കാണാൻ ഇഷ്ടം എല്ലാവർക്കും. ഈ ജോൺസന്റെ നാപ്കിൻ്റെ അഡ്വർടൈസ്മെന്റ് ഉണ്ട്, ചെറിയ കുട്ടികൾക്കിടുന്ന നാപ്കിൻ. അതിൽ ഒരു കുട്ടി ഏതോ ഒരു നാപ്കിൻ, ചെറിയ കുട്ടി നാപ്കിൻ ഇട്ടോണ്ട് കരഞ്ഞോണ്ടിരിക്കുന്നു, മറ്റേത് ജോൺസന്റെ നാപ്കിൻ ഇട്ട് ചിരിച്ചോണ്ടിരിക്കുന്നു. ഏത് കുട്ടിയെ കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഇതല്ലേ ജീവിതം?
ചിരിക്കുന്ന മുഖം കാണാനല്ലേ ഇഷ്ടം? ചീഞ്ഞ തണ്ണീർമത്തൻ മാതിരി മുഖം വെച്ചോണ്ടിരുന്നിട്ട് അവസാനം എവിടേക്ക് പോകും? നിങ്ങളെല്ലാവരും ചത്തുപോകുന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ ഏത് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനത്തിൽ നിന്ന് മാലയിട്ട് നടന്നാലും ചത്തുപോകും. ഒറ്റയാൾ ഇവിടെ പെർമനന്റ് ഒന്നുമല്ല. നിങ്ങൾ ഏത് IT ഇൻകം ടാക്സ് പഠിച്ചാലും ശരി, ഇൻഫർമേഷൻ ടെക്നോളജി പഠിച്ചാലും അവസാനം ചത്തുപോകും. അപ്പൊ അത് ജീവിതത്തിലുള്ളതാ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അപ്പോൾ ജീവിക്കുന്നിടത്തോളം കാലം ചിരിച്ചും സന്തോഷിച്ചും കൊണ്ട് ജീവിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കാം. ശരിക്ക് ഈ മോഹൻലാലിന്റെ ജീവിതാനുഭവത്തിലെ 50-ാം വർഷമോ 40-ാം വർഷമോ 35-ാം വർഷമൊക്കെ ആഘോഷിക്കല് അടുത്ത കാലത്ത് നടന്നു അല്ലേ? എത്രയാണ്? 50 അല്ലേ? 50 അല്ലേ? 35-ാം വർഷം. അദ്ദേഹത്തിനോട് ചെന്ന് പറഞ്ഞത്, അങ്ങയുടെ ജീവിതത്തിൽ 35-ാം വർഷം സിനിമയിൽ അഭിനയിക്കുന്നത് ആഘോഷിക്കണം. ഉടനെ അദ്ദേഹം പറഞ്ഞു വേണ്ട. അതിന്റെ ആവശ്യമില്ല. 35 എന്ന് പറയുന്ന വലിയ നമ്പറൊന്നുമല്ല. ഉടനെ കൂട്ടത്തിലുള്ളവർ മറിച്ചു പറഞ്ഞു, അങ്ങയുടെ സിനിമാ ജീവിതത്തിലെ 35 വർഷം അഭിനയിക്കുന്നത് കുറേ പരിപാടികൾ ആവിഷ്കരിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഇപ്പൊ ദാരിദ്ര്യത്തിൽ കഴിയുന്ന സിനിമാ നടന്മാർക്ക് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ആലോചിച്ച് നോക്കാം, ജീവിതത്തിലെ മാർഗമല്ല ഇമ്പോർട്ടന്റ്, ലക്ഷ്യമാണ് ഇമ്പോർട്ടന്റ്. അർത്ഥം മനസ്സിലായി? ആ മാർഗം വേണമെന്നുള്ള ഉറപ്പാണ്. മാർഗത്തോടുള്ള വീക്ഷണം, അത് ലക്ഷ്യത്തെ എത്രയാണ്. അപ്പൊ നിങ്ങളും ജീവിതത്തിൽ ഏത് ത്യാഗം സഹിച്ചാലും, ഇഷ്ടമുള്ളത് ചെയ്യുമ്പോഴും ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോഴും അതിന്റെ എഫർട്ട്, റിസൾട്ട്, 2 ഇംഗ്ലീഷ് വാക്കുകൾ. എഫർട്ട്, റിസൾട്ട്. എഫർട്ട് എന്ത് റിസൾട്ട് ഉണ്ടാക്കുന്ന നോക്കിയിട്ടില്ല. ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. എത്ര ഗംഭീരായിട്ടാണ് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തില് ആദ്യം അവിടെ വന്നത് ആരറിയോ? മമ്മൂട്ടിയാ വന്നത്. സിനിമാ നടൻ മമ്മൂട്ടി വന്നു. ഒരമ്പലം, ഹിന്ദുക്കളുടെ സ്ഥാപനം, അവിടെ വെടിക്കെട്ടിൽ കുറെ പേര് മരിച്ചു. മരിച്ചതിൽ 99% ഹിന്ദുക്കളാണ്. ഞാനൊരു മുസ്ലിമാണ്, അത് കാരണം അവിടെ പോവേണ്ട ആവശ്യമില്ല എന്ന് മമ്മൂട്ടിക്ക് തോന്നിയില്ല. മമ്മൂട്ടി അവിടെ ചെന്ന് കുറെ പേരെ മെഡിക്കൽ ആശുപത്രി കൊണ്ടുപോകാനുള്ള ചെലവ് മുഴുവൻ നോക്കി. അവർക്ക് ആർക്കൊക്കെ ബ്ലഡ് വേണോ അതിനൊക്കെ ഏർപ്പെടുത്തി. ഈ ഒരു മനുഷ്യ ജന്മം മറ്റുള്ളവർക്ക് കൂടി വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു വലിയ സിനിമാ നടൻ ഡൗൺ ടു എർത്ത് വന്ന് ഭൂമിയോളം താഴ്ന്ന് ജാതിയോ മതമോ ഇസമോ വർഗമോ വർണ്ണമോ ഭാഷയോ വ്യത്യാസമില്ലാതെ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഫോർ എവ്രി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ധന്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചിരിക്കാൻ പഠിക്കണം. ഞാൻ എപ്പോഴും പറയുന്നത്, മറ്റുള്ളവനെ ചിരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് ചിരിക്കാൻ സാധിക്കും. മറ്റുള്ളവനെ കരയിപ്പിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഉറപ്പ് നിങ്ങളും വേറൊരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കരയുന്നുണ്ടാവും. അതുകൊണ്ട് ജീവിതത്തെ നമ്മൾ കേൾക്കുന്നത് കഥകൾ കേൾക്കണം. ജീവിതവുമായി ബന്ധപ്പെട്ട കഥകൾ, നല്ല അനുഭവങ്ങൾ കേൾക്കണം. ചിലരുടെയൊക്കെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ആലോചിച്ചു പോയി. മിനിഞ്ഞാന്ന് 3 ദിവസം മുമ്പ് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ 4:30 മണിക്ക് ശേഷം കാണാനില്ല. നിങ്ങൾ അറിഞ്ഞോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞോ നിങ്ങൾ? എന്തേ കാണാനില്ലാണ്ട്? സാധാരണ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് 4:30 മണിക്ക് യോഗ ചെയ്യുന്ന ആൾ യോഗ ചെയ്തില്ല. അദ്ദേഹം പോയത് 97 വയസ്സായിട്ടുള്ള തൻ്റെ അമ്മയുടെ അടുത്തേക്കാണ്. ആരോടും അറിയിക്കാതെ ഇത്തിരി സെക്യൂരിറ്റിക്കാരുമായിട്ട് പോയി അമ്മയുടെ കൂട്ടത്തിൽ കുറേ നേരം ഇരുന്ന് 5:30 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നരേന്ദ്രമോദി തിരിച്ചു വന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് രാവിലെ ചെയ്യുന്ന യോഗ ക്യാൻസൽ ചെയ്തിട്ടാ പോയത്. ഇത് ഞാൻ എന്തിനാ പറഞ്ഞറിയോ? സ്വന്തം ജന്മം നൽകിയ അമ്മ, ആ അമ്മയുടെ കൂട്ടത്തിൽ 1 മണിക്കൂർ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വരിക. ആ അമ്മയ്ക്ക് എന്തൊരു സന്തോഷമായിരിക്കും. ലോകത്തില് അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു തോഴിയുണ്ടോ എന്നൊരു സിനിമാ പാട്ടുണ്ട്. അമ്മയാവാൻ പഠിക്കേണ്ടവരാണ്. ഒരു സ്ത്രീയുടെ ജന്മം അത്രയും ധന്യമാകുന്നു. നമ്മൾ ഭാരതത്തില് ഭാരത മാതാവ്, ഗംഗാ മാതാവ്, ഗോമാതാവ്, പ്രകൃതി മാതാവ്, ഈ മാതൃസങ്കല്പമാണ് സ്ത്രീകൾക്ക്.
ശനിയാഴ്ച ദിവസം പണ്ടത്തെ കാലത്ത് വീട്ടില് ഭിക്ഷ മേടിക്കാൻ വരുന്നവര്, പിച്ചക്കാരായിട്ട് വരുന്നവര് അച്ഛാധർമ്മം തരണേ എന്ന് വിളിച്ച് പറയാറില്ല. അമ്മ മാതൃദേവോ ഭവ എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിതൃദേവോ ഭവ എന്ന് പറഞ്ഞത്. പിതൃദേവോ ഭവ എന്ന് പറഞ്ഞിട്ടല്ല മാതൃദേവോ ഭവ എന്ന് പറയുന്നത്. അതുകൊണ്ട് അമ്മ എന്ന ജന്മം ലോകത്തിലെ ഏത് ദുഃഖത്തെയും സ്വീകരിച്ച് മറ്റുള്ളവർക്ക് സന്തോഷവും അതുപോലെ ആനന്ദവും നൽകുന്ന ഒരു ജന്മം. ആ അമ്മ അനുഭവിക്കുന്ന വേദനകളും ദുഃഖങ്ങളും ഒരിക്കലും ഒരമ്മയും ലോകത്തില് മക്കളുടെ ദുഃഖങ്ങളും വേദനകളും എനിക്ക് തന്ന് അവരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ അനുവദിക്കണമേ ജഗദീശ്വര എന്നല്ലാതെ എന്റെ ദുഃഖം മക്കൾക്ക് കൊടുത്ത് എന്നെ സുഖമായിട്ട് ജീവിക്കണമെന്ന് പറയില്ല, അനുവദിക്കണേ പറയില്ല. അമ്മയുടെ ജന്മം എന്നും, അമ്മ എപ്പോഴും താഴ്ന്ന ഭൂമിയോളം ക്ഷമയാ ദരിദ്രി, അതാണ് അമ്മയുടെ. ഒരമ്മയാണ് ഗൃഹലക്ഷ്മി. അമ്മ വിചാരിച്ചാലേ ഭാരതം മാറുള്ളൂ, ഒരു സ്ത്രീ വിചാരിച്ചാലേ ഭാരതം മാറുള്ളൂ. അക്ഷരാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, എന്റെ ഭാര്യയുടെ പേര് രുക്മിണി എന്നാണ്, എന്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്. രുക്മിണി ഗോപാലകൃഷ്ണൻ ആണോ പെണ്ണോ? രുക്മിണി ഗോപാലകൃഷ്ണൻ എന്ന് എഴുതിയാൽ ആണോ പെണ്ണോ? ഉറപ്പല്ലേ? ലക്ഷ്മി നാരായണൻ ആണോ പെണ്ണോ? ആണാണ്. ലക്ഷ്മി നാരായണൻ ആണ്. സീതാരാമനോ? സീതാരാമ റെഡ്ഡി, സീതാരാമ റാവു ആണാണ്. പെണ്ണിന്റെ പേര് ആദ്യം എഴുതി ആണിന്റെ പേര് രണ്ടാമത് എഴുതിയിരുന്ന പണ്ടത്തെ കാലത്ത് പെണ്ണിന്റെ പേരോട് ചേർത്തിട്ടാണ് ആണുങ്ങൾ അറിയപ്പെട്ടിരുന്നത്. ഗൗരി ശങ്കർ ആണാണ്. പക്ഷെ ഗൗരിയുടെ പേരില്ല, ലക്ഷ്മിയുടെ പേരില്ല നാരായണൻ അറിയപ്പെടുക. അപ്പോ ശിവശക്തിയായുക്തോ സൗന്ദര്യ ലഹരിയിലുണ്ട്. ശിവന്റെ കൂട്ടത്തിൽ അർദ്ധനാരീശ്വരന്റെ രൂപത്തിൽ പാർവതി കൂടി ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനൊന്നും ലോകത്തിലില്ല, അങ്ങനെ ഒരു മനുഷ്യനൊന്നുമില്ല. ശിവനെ പോലൊരു മനുഷ്യൻ, 6 അടി പൊക്കം, 38 ഇഞ്ച് ചെസ്റ്റ് അളവ്, 78 കിലോഗ്രാം, അങ്ങനെ ഒരു ശിവനില്ല. ശിവസങ്കല്പം എന്നാ പറയും. ശിവസങ്കല്പം, ത്രിമൂർത്തി സങ്കല്പം, ത്രിശക്തി സങ്കല്പം. സങ്കല്പം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആർബിട്രറിലി ആൻഡ് ഗ്ലോറിയസ്ലി ഫിക്സിങ്. ദർ ഇസ് നോട്ട് സച്ച് ഇൻഡിവിജ്വൽ ഇൻ ദ വേൾഡ്. ലോകത്തിലില്ല. പക്ഷേ ശിവനില്ലാത്ത പാർവതിയോ പാർവതി ഇല്ലാത്ത ശിവനോ ഇല്ല ഭാരതത്തില്. ഞാൻ കൈലാസത്തിലേക്ക് നടന്നു പോയ ആളാണ്. അവിടെ നിന്ന് ശിവൻ കൈലാസത്തിൽ നിന്ന് തെക്കോട്ട് നോക്കിയിരിക്കുന്നു, പാർവതി കന്യാകുമാരിയിൽ നിന്ന് വടക്കോട്ട് നോക്കിയിരിക്കുന്നു. ഭാര്യയും ഭർത്താവും 3700 കിലോമീറ്ററിനിടയ്ക്ക് 127.5 കോടി ജനത തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നു. ഭാര്യ ഭർത്താവിനിടയ്ക്ക് ആലോചിച്ച് നോക്കുക. ഈ ഭാരതത്തിന്റെ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ മഹത്വം. ഭാരതത്തിന്റെ ആ അറ്റത്തൊരാൾ, ഈ അറ്റത്തൊരാൾ. അതുപോലെ തന്നെ ഈ മഹാവിഷ്ണുവിന് ലക്ഷ്മി ഇല്ലാത്ത ആവശ്യം. ലക്ഷ്മി ഐശ്വര്യം, മനസ്സിൽ ഇച്ഛാശക്തി ലക്ഷ്മി, തലച്ചോറിലെ ജ്ഞാനശക്തി സരസ്വതി, ശരീരത്തിലെ ക്രിയാശക്തി പാർവതി. ഈ മൂന്നുമാണ് നമ്മളാക്കി മാറ്റുന്നത്. സ്ത്രീയുടെ പ്രാധാന്യം നോക്കാം. എവിടെയെല്ലാം പുരുഷന്റെ പേരുള്ള അമ്പലമുണ്ടോ അത്ര തന്നെ സ്ത്രീയുടെ പേരുള്ള അമ്പലവും ഭാരതത്തിലുണ്ട്. മുരുകന്റെ അമ്പലമുണ്ട്, ശിവന്റെ അമ്പലമുണ്ട്, കൃഷ്ണന്റെ അമ്പലമുണ്ട്, രാമന്റെ അമ്പലമുണ്ട്, ഇപ്പുറത്ത് ദേവിയുടെ ഭഗവതിയുടെ അമ്പലമുണ്ട്. എത്ര പുരുഷ ദേവതമാരുണ്ടോ അത്രയും സ്ത്രീ ദേവതമാരും നമുക്ക് ഓരോ സ്ഥലത്ത് കാണാൻ സാധിക്കും. എവിടെ പോയാൽ ദുർഗാദേവി ക്ഷേത്രം, ദേവി ക്ഷേത്രം, ഭഗവതി ക്ഷേത്രം കാണാൻ സാധിക്കും. എത്ര സ്ത്രീ ദേവതമാരുണ്ടോ അത്രയും. 51% സ്ത്രീ ദേവതാ ക്ഷേത്രങ്ങളും 49% പുരുഷദേവ ക്ഷേത്രങ്ങളുമാണ് കേരളത്തിലുള്ളത്. അപ്പോഴും 2% കൂടുതലാണ് സ്ത്രീ ദേവതമാരുടെ. അപ്പൊ ആലോചിച്ച് നോക്കാം. എന്നും ഒരു സ്ത്രീയാണ് ജീവിതത്തിന്റെ എല്ലാം എന്നെനിക്ക് എന്നും തോന്നിയിട്ടുണ്ട്. എൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ മാത്രമേ അടുത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോഴും അമ്മയുടെ ആ മുഖം, അച്ഛൻ മരിക്കുമ്പോൾ പോലും തോന്നാത്ത അച്ഛൻ മരിക്കുമ്പോൾ തോന്നിയ ദുഃഖത്തിന്റെ ഒരു 100 ഇരട്ടിയാണ് അമ്മ മരിക്കുമ്പോൾ തോന്നിയത്. ആ അമ്മയുടെ മടിയിൽ കിടന്നതും അമ്മ താരാട്ട് പാടിയതും. വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞൊരു വീടാണ്. ആ വീട്ടില് അമ്മ ഭക്ഷണം കഴിക്കാതെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നതും, ലാസ്റ്റായപ്പോ അമ്മയ്ക്ക് മാനസികമായിട്ട് ടെൻഷൻ എടുത്ത് മാനസിക രോഗം വന്നതും, ആ മാനസിക രോഗിയായ ഗോപാലകൃഷ്ണന്റെ അമ്മ മക്കളെ കാണുമ്പോൾ പെരുമാറുന്നതെല്ലാം കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം കിട്ടിയ അല്ലെങ്കിൽ യോഗം ഉണ്ടായ വ്യക്തിയാ.
നിങ്ങൾ അറിയണം. ഒന്ന് RCC റീജിയണൽ ക്യാൻസർ സെന്റർ ചെന്നാൽ 1ാമത്തെ ഫ്ലോറിൽ മുഴുവനും ചെറിയ കുട്ടികൾ ക്യാൻസർ വന്ന് കിടക്കാൻ. തൊണ്ടയിൽ ക്യാൻസർ, നാക്കില്, മൂക്കിന്റെ ഉള്ളില്, കണ്ണിന്റെ ഉള്ളില്, തലച്ചോറില്, ഈ ആമാശയത്തില് ക്യാൻസർ. ചെറിയ കുട്ടികള് 8 മാസം, 9 മാസം, 1 വയസ്സ്, 1.5 വയസ്സ്. ആ കുട്ടികളെ മടിയിൽ വെച്ച് കരയുന്ന അമ്മ, ആ അമ്മയുടെ പ്രാർത്ഥന എന്തായിരിക്കും? ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ അസുഖം മാറില്ല എന്ന്. തൊണ്ടയിലൊക്കെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഇറങ്ങുകയില്ല, പുറത്തേക്ക് വരും. ആ അമ്മയുടെ പ്രാർത്ഥന എന്തായിരിക്കും? ആ കുട്ടിക്ക് വേദന ഇല്ലാതെയാക്കണേ, വേദന ഇല്ലാതെയാക്കണേ, വേദന ഇല്ലാതെയാക്കണേ. ആ അമ്മ ആ കുട്ടി അനുഭവിക്കുന്നതിന്റെ 100 ഇരട്ടി വേദനയാണ് അനുഭവിക്കുന്നത്. കരഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിക്കല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? അമ്മയുടെ ജന്മം അതാണ് ദാമ്പത്യ ജീവിതം. അമ്മയുടെ ജീവിതാവസാനം വരെ അമ്മ ഒരിക്കലും മക്കളെ ശപിക്കില്ല. അച്ഛൻ പിന്നെയും ശപിച്ചു എന്ന് വരും, അമ്മ ശപിക്കില്ല. കുമാതാ കുത്രാപി ന ഭവതി കുപിതാ ഭവതി തത്രാപി. ശങ്കരാചാര്യ പറഞ്ഞതാ. ചീത്ത അച്ഛൻ ഒരുപക്ഷെ ലോകത്തിലുണ്ടായേക്കാം, മോശമായ അച്ഛൻ ലോകത്തിലുണ്ടായേക്കാം, മോശമായ അമ്മ, ചീത്ത അമ്മ അത് ലോകത്തിലില്ല. അങ്ങനെ ഒരു അമ്മ ലോകത്തിലില്ല. അതാണ് ഭാരതത്തിലെ ജീവിതം. അതുകൊണ്ട് ഓർമ്മിക്കാൻ, നമ്മുടെ രാമായണം എന്ന ഗ്രന്ഥം എല്ലാ മതത്തിലുള്ളവരും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. രാമായണം അറിയാവുന്നവരോട്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യവും നിങ്ങൾക്കറിയാം. കൈകേയിയും മന്ദരയും സീതയും 3 സ്ത്രീകളാണ് രാമായണം എന്ന കൃതി ഉണ്ടാവാൻ കാരണം. ഒരു ആദികാവ്യം എന്ന ഇതിഹാസം ഉണ്ടായത്, എഴുതിയത് വാൽമീകിയാണെങ്കിലും ഉണ്ടാക്കിയത് 3 സ്ത്രീകളാണ്. അതേപോലെ മഹാഭാരതം, ഗാന്ധാരിയും കുന്തിയും ദ്രൗപദിയും 3 സ്ത്രീകളാണ്. 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിന്റെ ആധാരശിലകളായിട്ട് നിൽക്കുന്നത്. അറിയണം നമ്മള്, സ്ത്രീയുടെ ജന്മം പുണ്യജന്മം, അതിന് തുല്യമായിട്ട് വേറൊന്നുമില്ല. ത്യാഗം സഹിക്കാൻ, വേദന സഹിക്കാൻ, മക്കളുടെ നന്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി ജഗതീശ്വരൻ കൊടുത്തിരിക്കുന്ന ആ ഉജ്ജ്വലമായ ജന്മം, അതാണ് കുടുംബജീവിതം. ആ കുടുംബജീവിതത്തില് ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, വ്യക്തിപരമായിട്ട് ഞാൻ പറയാറുണ്ട്, എൻ്റെ വൈഫിന് കുറേ കാലമായിട്ട് സുഖമില്ല. ശരിക്കും ഏതാണ്ട് മരിച്ച ലെവലെത്തിയതാ ജൂലൈ മാസം 7-ാം തീയതി. പിന്നെ അവിടെ നിന്ന് കുറേശ്ശെ വന്ന് നടക്കുമ്പോ നിൽക്കുമ്പോ വീഴും. എത്ര പ്രാവശ്യം വീണേക്കണെന്നറിയാമോ? ഇപ്പൊ കുറേശ്ശെ ഭേദമായി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 3 മണിക്ക് ഇറങ്ങുകയാണെങ്കിൽ എറണാകുളത്തേക്കും തൃശ്ശൂരിലും പോകാൻ 3 മണിക്ക് ഇറങ്ങുമ്പോൾ സുഖമില്ലെങ്കിലും 2 മണിക്ക് എഴുന്നേറ്റുന്ന ഒരു കപ്പ് കാപ്പി പകുതി ബോധത്തിലാ ഉണ്ടാക്കുന്നത്. പകുതി ബോധത്തിലാ. പാലാണോ തിളയ്ക്കുന്നത് അറിയില്ല. ആ പകുതി ബോധത്തിൽ കാപ്പി ഉണ്ടാക്കിയിട്ട് എൻ്റെ മുമ്പിൽ തരുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇങ്ങനെ ഒരു സ്ത്രീയെ എൻ്റെ ഭാര്യയായിട്ട് കിട്ടിയത് 15 ജന്മത്തെ പുണ്യമാണ്. രാത്രിയൊക്കെ ഇന്ന് കളർ കോഡാണ്. 7 മണിക്കുള്ള ക്ലാസ്, 7 മണിക്ക് ക്ലാസ് കഴിഞ്ഞ്, ക്ലാസ് തുടങ്ങി 9 മണിക്ക് പ്രഭാഷണം കഴിഞ്ഞ് 10 മണിക്ക് ഞങ്ങൾ കളർ കോഡിൽ നിന്ന് ആരംഭിച്ചു 3.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ 1:30-2 മണിയാവും. ആ 2 മണിക്ക് അവളെ കോളിംഗ് ബെല്ലടിച്ചാൽ അവൾ എഴുന്നേറ്റ് പതുക്കെ വന്ന് തുറക്കും. എന്നിട്ട് കിടന്നിട്ട് പിറ്റേ ദിവസം ചോദിക്കും, ഇന്നലെ ആരാ വാതിൽ തുറന്നേ, എത്ര മണിക്കാ വന്നേ? കാരണം അറിഞ്ഞൂടാ.